പ്രമയുഗം 5-ാം ദിവസം തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിലൂടെയാണ് കടന്നു പോകുന്നത്. കാലിക്കറ്റ് കൈരളി തിയേറ്ററിലെ ഉച്ചക്കത്തെ 2:30 ഷോയുടെ കാർ പാർക്കിംഗ് ഏരിയയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർക്കിംഗ് ഡേയിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് പ്രമയുഗം മൂവി 5-ാമത്തെ ദിവസവും മുന്നേറുന്നത്. ചിത്രത്തിൻ്റെ 4-ാം ദിവസമായ ഞായറാഴ്ച അഥവാ ഇന്നലത്തെ കളക്ഷൻ കേരള പുറത്തു വന്നിരിക്കുകയാണ്. 3,40,00,000 രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായി നേടിയിരിക്കുന്നത്. അങ്ങനെ 4 ദിവസം കൊണ്ട് ഈ ഒരു ചിത്രം 11,85,00,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് നേടി. 32 കോടിക്ക് മുകളിലേക്ക് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനും ചെന്നെത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് കൈരളി തിയേറ്ററിലെ 2:30 ഷോയുടെ കാർ പാർക്കിംഗ് ഏരിയയാണ്. ബൈക്ക് പാർക്കിംഗ് ഏരിയ അപ്പുറത്തുണ്ട്. അവിടെയും നല്ല രീതിയിൽ തന്നെയാണ് ബൈക്ക് പാർക്കിംഗ് കാണാൻ സാധിച്ചിട്ടുള്ളത്. കാർ പാർക്കിംഗ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് തീരാമാത്രം അത്രയും ഉണ്ട്. തിങ്കൾ വർക്കിംഗ് ഡേ ആയിട്ട് പോലും നല്ല ഒക്യുപ്പൻസിൽ തന്നെയാണ് ചിത്രം മുന്നേറുന്നത്. ഇങ്ങനെ കാർ പാർക്കിംഗ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നത് ചില ആളുകളുണ്ട്, തിങ്കളാഴ്ച മുതൽ പടം വീണ് പോയിട്ടോ ഒരൊറ്റ ജീവിയും സിനിമ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. 5-ാം ദിവസമായ ഇന്നത്തെ കളക്ഷനും കൂടെ വേൾഡ് വൈഡിൽ നിന്ന് ചേരുന്ന സമയത്ത് ഏകദേശം 37 CR ഭ്രമയുഗം എന്ന ചിത്രം എത്താൻ വേണ്ടി പോകുന്നത്. ബുക്ക് മൈ ഷോ ആപ്പിലും നല്ല രീതിയിൽ തന്നെയാണ് ടിക്കറ്റ്സ് ഒക്കെ സോൾഡ് ഔട്ടായി പോകുന്നത്. ഓരോ മണിക്കൂറിലും 3000-ന് മുകളിലും 3000-ൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുന്നത്. മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ പണം വാരി പടങ്ങളുടെ ലിസ്റ്റിലേക്കാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയും ചെന്നെത്താൻ വേണ്ടി പോകുന്നത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജനാസ്.